കാസർഗോഡ് വിദ്യാഭ്യാസ ഉപജില്ലയില് ശ്രീമാൻ VD സവർക്കറെ പ്രശംസിച്ചുകൊണ്ട് ചോദ്യം തയ്യാറാക്കിയ ഫ്രീഡം ക്വിസിൽ ചോദ്യം തയ്യാറാക്കിയ ശ്രീ ഗുരുപ്രസാദ് എന്ന അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു. നല്ലത്, ഇത് മുൻപേ ചെയ്യേണ്ടതായിരുന്നു. നമുക്കറിയാം RSS എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും ഈ സവർക്കറെ പറ്റി ഇന്ത്യൻ ബോധം മനസ്സിൽ പൊതുസമൂഹത്തിന് ഒരു നല്ല അഭിപ്രായമല്ല. അദ്ദേഹത്തെ കൊലം കെത്തിയെന്നോ, ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത ആളെന്നോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുരങ്കം വെക്കാൻ ശ്രമിച്ച ആളെന്നോ, അങ്ങനെ പല ആശയങ്ങളുണ്ടാവാം. അതിലെല്ലാം ഉപരി നമ്മൾ ഓർക്കണം, അദ്ദേഹം ഗാന്ധി വധക്കേസിലെ 5ാം പ്രതിയാണ്, പ്രതിപ്പട്ടിയിലുള്ള ആൾ. അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ചും കേരളത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഗാന്ധി വധം എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ വെറുതെ തോക്കെടുത്ത് വെടിവെച്ചതല്ല. ദിവസങ്ങൾ നീണ്ടു നിന്ന പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. അതിലുപരി ശ്രീ സവർക്കറിന്റെ അനുഗ്രഹാശികൾ വാങ്ങി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ വധം നടപ്പാക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ഇന്ത്യയും പാകിസ്ഥാൻ 2 രാജ്യങ്ങളായി തീരുമ്പോൾ ഉള്ള ധാരണ എന്ന് പറയുന്നത് 85% ആസ്തികൾ ഇന്ത്യക്കും 15% മാത്രം പാകിസ്ഥാനും എന്നായിരുന്നു. അപ്പോൾ പോലും നിശ്ചിത തുക എമൗണ്ട് പാകിസ്ഥാന് കൈമാറേണ്ടതുണ്ടായിരുന്നു. ബന്ധങ്ങൾ വഷളായപ്പോ ഇന്ത്യൻ ഗവൺമെന്റ് ആ പണം കൊടുക്കാൻ വിസമ്മതിച്ചു. അത് ശരിയല്ല എന്നും ആ പണം അവർ കൈമാറണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു. അതായിരുന്നു ഗാന്ധിയെ പാകിസ്ഥാന്റെ ചാരനായി കണക്കാക്കുവാൻ, RSS കണക്കാക്കുവാൻ പ്രധാന കാരണമായിരുന്നത്. അതിനോട് എതിർപ്പ് കാരണമാണ് ഈ ഗോഡ്സെയും അനുയായികളും ഒക്കെ ഇങ്ങനെയൊരു ക്രൂരകൃത്യം, ഹീനകൃത്യം നടപ്പാക്കിയത്. ആ വധത്തിലെ പ്രതിപ്പട്ടിയിലുള്ള ആളായിരുന്നു ശ്രീമാൻ VD സവർക്കർ. അദ്ദേഹത്തിനെ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇന്ത്യൻ പൊതുസമൂഹത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാനാവുകയില്ല. താങ്ക് യു.